السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് മരണം വരെ ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 147 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 147. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വന്തം മക്കളെ അറിയുന്നതുപോലെ ജൂതന്മാർക്ക്, അതല്ലെങ്കിൽ വേദം നൽകപ്പെട്ടവർക്ക് അറിയാമെന്ന വിഷയമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി സംസാരിച്ചത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല തൊട്ടു മുൻപ് പറഞ്ഞ ഖിബില മാറ്റം, മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച പ്രവാചകൻ്റെ ഖിബില കഅബയിലേക്ക് തിരിച്ചു നിർത്തിയ ആ മതനിയമത്തെ, ആദ്യത്തെ മതനിയമം നസ്ഖ് ചെയ്ത് പുതിയൊരു മതനിയമം കൊണ്ടുവന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകനാണെന്ന് അവരുടെ ആൺമക്കളെ എങ്ങനെയാണ് അവരറിയുന്നത്, അതുപോലെ അവരറിയുമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും അതേ സബ്ജക്റ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും അല്ലാഹു ആവർത്തിച്ചു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല 148-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير ولكل وجهة هو موليها. ولكل, കുല്ല് എന്ന് പറഞ്ഞാൽ എന്താ? കുല്ല് എല്ലാം അല്ലേ. ലിക്കുല്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാവർക്കുമുണ്ട്. ലി എന്ന ഹർഫ് അറബിയിൽ ചേർക്കുന്നത് എന്തിനാണ്? വേണ്ടി എന്ന് പറയാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. വിജ്ഹത്തുൻ, ജിഹത്തിൽ നിന്നാണ് വിജ്ഹത്ത് വന്നത്. ജിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വജ്ഹ് മുഖം. ജിഹത്ത് എന്ന് പറഞ്ഞാൽ ആ മുഖം തിരിക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുക? ജിഹത്ത് എന്ന് പറയുക. വശം, ഭാഗം എന്നൊക്കെയാണ് ജിഹത്ത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ വിജ്ഹത്തുൻ എന്ന് പറഞ്ഞാൽ അവർ അഭിമുഖീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം തിരിച്ചു നിർത്തുന്ന ഇബാദത്തിൻ്റെ ഒരു സ്ഥാനം എല്ലാവർക്കുമുണ്ട്. ഹുവ മുവല്ലിഹ, അത് അല്ലെങ്കിൽ അവൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ്റെ മുഖത്തെ അവൻ തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേക്ക് അവൻ അഭിമുഖീകരിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ വലികുല്ലിൻ എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ വലികുല്ലിൻ എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ്? മുഴുവൻ മതക്കാരെ പറ്റിയുമാണ്. അഹ്ലുൽ അദിയാൻ, മതങ്ങളുടെ എല്ലാ ആളുകളെ പറ്റിയാണ് കുല്ലിൻ എന്നവിടെ പറഞ്ഞത്. എല്ലാ മതക്കാർക്കും എന്തുണ്ട്? ഒരു ജിഹത്തുണ്ട്. അവരാരാധനയ്ക്ക് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജിഹത്ത് എല്ലാ മതക്കാർക്കും ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ്
മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, യഅനി ബിദാലിക അഹ്ലൽ അദിയാൻ. അവിടെ ലികുല്ലിൻ എന്ന് പറഞ്ഞത് മതക്കാരെ പറ്റിയാണ്, മതമായി കൊണ്ട് നടക്കുന്ന ആരൊക്കെയുണ്ടോ ആ അഹ്ലുകാരെ പറ്റിയാണ്. മഹാനായ അബുൽ ആലിയ റഹ്മഹുല്ല പറയുന്നൊരു വാചകം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. ലിൽ യഹൂദി വിജ്ഹത്തുൻ. യഹൂദിക്ക് എന്തുണ്ട്? ഒരു വിജഹത്തുണ്ട്, ഒരു ഭാഗമുണ്ട്. ഹുവ മുവല്ലിഹ. അവൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ അവൻ്റെ മുഖത്തെ തിരിക്കുന്നു. വലിൻ നസ്രാനി. നസ്രാനിക്ക് എന്തുണ്ട്? വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. അവൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ തിരിയുന്നു അല്ലെങ്കിൽ തിരിക്കുന്നു. വഹദാക്കും. നിങ്ങളെ അല്ലാഹു ഹിദായത്തിലാക്കി. അൻതും അയ്യത്തുഹൽ ഉമ്മ. ഓ സമൂഹമേ, ഓ സമുദായമേ, നിങ്ങളെ അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു? ഹിദായത്തിലാക്കിയിരിക്കുന്നു. ലിൽ ഖിബ്ലത്തില്ലതി ഹിയൽ ഖിബ്ല. നിങ്ങൾ തിരിയുന്നതായ ആ ഖിബ്ല നിങ്ങൾക്കുള്ള ഖിബ്ലയാക്കി അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് വഴി കാണിച്ചിരിക്കുന്നു. അതേതാണ് ആ ഖിബ്ല? അത് കഅബയാകുന്ന ഖിബ്ലയാണ്, മസ്ജിദുൽ ഹറാമാകുന്ന ഖിബ്ലയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. ഓരോ സമുദായത്തിനും എന്തുണ്ട്? ശിർഅതൻ വമിൻഹാജ. ഓരോ ശരീഅത്തും അതേപോലെ തന്നെ അവർ പോകേണ്ട മാർഗങ്ങളും അവർക്കുണ്ട്. ഇതിന് സമാനമായ ഒരു ആയത്താണത്. നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ. അല്ലാഹു നിങ്ങളെ ഒരു സമുദായമാക്കുമായിരുന്നു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. വലകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വ്യത്യസ്ത സമൂഹങ്ങളാക്കിയത്. ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ നന്മകളിലേക്ക് എന്ത് ചെയ്യണം? മുന്നിട്ട് മത്സരിക്കണം. ഇലല്ലാഹി മർജിഉക്കും ജമീഅ. നിങ്ങൾ അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകുന്നവരാണ്. ഇതിന് സമാനമായ ആയത്താണിത്. ഇതിന് സമാനമായ ഒരു ആയത്താണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മതസമൂഹത്തിനും എന്തുണ്ട്? അള്ളാഹുരുടെ മതത്തിൽ തിരിയാൻ ഒരു ജിഹത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ജൂതന്മാർ അതിലേക്കാണ് തിരിയുന്നത്, നസാറാക്കൾ അതിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ മുസ്ലിമീങ്ങൾക്കും എന്തു വേണം? ഒരു ജിഹത്ത്, ശാശ്വതമായൊരു ജിഹത്ത് വേണം. അപ്പോൾ ഇതെന്തിനാണ് ഇത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നെന്നറിയോ? അതായത് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ, ജൂതന്മാരെന്ത് ചെയ്യും? വിമർശിക്കും. മറ്റൊരു ഭാഗത്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? വിമർശിക്കും. കാരണം എന്താ? ജൂതന്മാർ പറയണത് എന്താ? മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞാൽ അവരെന്താ പറയുക? ഞങ്ങളുടെ ജിഹത്ത് സ്വീകരിച്ച മുഹമ്മദ് എന്തുകൊണ്ട് ഞങ്ങളുടെ മതനിയമം സ്വീകരിക്കുന്നില്ല? മനസ്സിലായോ? ഇനി മക്കയിലെ മുശ്രിക്കുകൾ എന്താ പറയുക? അവരും അതേ സമയത്തൊരു ആരോപണം പറയും. എന്തു പറയും? ഞങ്ങളുടെ കഅബ അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചിരുന്ന കിബിലയെ മുഹമ്മദ് എന്ത് ചെയ്തിരിക്കുന്നത്? മദീനത്തെത്തിയപ്പോൾ മാറ്റിയിരിക്കുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ മതനിയമമാണ് എന്ന് പറയും. അപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും എന്തുണ്ടാവും? ഇസ്ലാമിന് വിമർശനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനൊരു അടിസ്ഥാനപരമായ ഒരു ശാശ്വതമായ കിബില എല്ലാ മതങ്ങൾക്കും ഉള്ളതുപോലെ എന്ത് ചെയ്യണം? വേണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്ക് തിരിയണമെന്ന അന്തിമമായൊരു മതനിയമം ആ വിഷയത്തിൽ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. എന്നാൽ മുമ്പൊരു നിയമം മാറ്റിയത് എന്തിനാ? അങ്ങനെ മാറ്റം ജൂതമതത്തിൽ അങ്ങനെ മാറ്റലുണ്ട്, നെസ്ഖുണ്ട്. ക്രൈസ്തവ മതത്തിൽ നെസ്ഖുണ്ട്. അതുകൊണ്ട് തന്നെ വേദം നൽകപ്പെട്ടവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ഈ മതനിയമം മാറ്റിയതിനെ വിമർശിക്കാൻ യാതൊരു അധികാരവും ഇല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നത് എന്താണ്? ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തബിഖു. സബഖ എന്ന സബ്ബാഖ് അല്ലെങ്കിൽ സബഖ എന്ന വാക്കിൽ നിന്നാണ് ഇസ്തബിഖു എന്നത്. നിങ്ങൾ പരസ്പരം മത്സരിക്കണം. എന്തിന്? അൽ ഖൈറാത്ത്. നന്മകളിലേക്ക് നിങ്ങൾ പരസ്പരം മത്സരിക്കണം. അപ്പോൾ എന്തിനായിരിക്കും അവിടെ ആ നന്മകളിലേക്ക് മത്സരിക്കണമെന്ന് പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ
നമുക്ക് മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅ്ബുദു റബ്ബക്കും വഫ്അലുൽ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ റുക്കൂ ചെയ്യണം, നിങ്ങൾ സുജൂദ് ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നന്മയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ മത്സരിച്ചു വരണം. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? നന്മകളിലേക്ക് മത്സരിക്കുക, മുന്നിടുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ നന്മ ഏതാണ്? ഖൈറാത്തുകളിൽ ഏറ്റവും വലിയ നന്മ. ഇവിടെ ഖിബലയുടെ വിഷയം പറഞ്ഞിട്ട് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നമസ്കാരത്തെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം നമസ്കാരമാണ്. അപ്പോൾ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ വേണ്ടി വിളി വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരത്തെ ലേറ്റാക്കാൻ പാടില്ല. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിലേക്ക് അതിവേഗം നിങ്ങൾ മത്സരിച്ചെത്തണമെന്നാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ സൊഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ഒന്നാമത്തെ സൊഫ് കിട്ടാൻ അവരെന്ത് ചെയ്യും? മത്സരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ഒന്നാമത്തെ സൊഫിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി അവർ ധൃതിയിലെത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി സവിസ്തരം വിശദീകരിക്കുന്നത് എന്താണെന്നറിയോ? സവിസ്തരം വിശദീകരിക്കുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തിൽ നേരത്തെ എത്തുന്നതിനെ പറ്റി, നിസ്കാരത്തിലേക്ക് മത്സരിച്ച് പോകുന്നതിനെ പറ്റിയാണ് മഹാനായ ഇമാം ഖുർത്തുബി ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് സവിസ്തരം വിശദീകരിക്കുന്നത്. അപ്പോൾ ഏതൊരു നന്മയാകട്ടെ, ഏതൊരു വിഭാഗത്തിനും ഏത് സ്ഥലത്തേക്ക് തിരിയാൻ പറഞ്ഞാലും അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ആ തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക്, വഫ്അലുൽ ഖൈർ, നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുന്നിട്ട് വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹു നന്മയിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ മറ്റൊരു വിഷയമാണ് വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മത്സരിക്കണം. അപ്പോൾ ഒരു മത്സര ബുദ്ധി എന്തിനു വേണം? എന്തിനു വേണം? ഇബാദത്തിന് വേണമെന്നാണ്. ഇബാദത്തിനൊരു മത്സര ബുദ്ധി ഉണ്ടാകണം. സ്വഹാബത്തിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ്, അല്ലേ? ബാങ്ക് വിളിക്കുന്നതിൻ്റെയും ഒന്നാമത്തെ സൊഫിൻ്റെയും പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ മത്സരിക്കുമായിരുന്നു എന്നാണ്. പരസ്പരം നിങ്ങൾ മത്സരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി വളരെ രസകരമായൊരു ചരിത്രം മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ്റെ പാരായണം കഴിഞ്ഞ് ഒരു പ്രാർത്ഥന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, താങ്കൾ ചോദിച്ചത് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കൾ ചോദിച്ചത് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഇബ്നു മസ്ഊദ്. അപ്പോൾ ഇതേതാണ് കിട്ടിയതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും മനസ്സിലായിട്ടില്ല. ഈ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വഴിക്ക് അബൂബക്കർ പോയി, ഒരു വഴിക്ക് ആര് പോയി? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി, റളിയല്ലാഹു അൻഹുമാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ആരിറങ്ങി വരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല എങ്ങോട്ടാ പോകണമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടാ പോകണമെന്ന്. നമുക്ക് ഒരുമിച്ചൊന്ന് ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്നവർ രണ്ടുപേരും പറഞ്ഞില്ല. കാരണം എന്താ? ഉമറിൻ്റെ ലക്ഷ്യം എന്താ? റളിയല്ലാഹു അൻഹു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യണം? കവച്ചു വെക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വാർത്ഥത എന്താ? ഇത് ഉമറിന് കിട്ടുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതായത് നന്മയുടെ വിഷയത്തിൽ അവർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യൂല. അപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താ അറിയോ? യാ അബാ ബക്കർ ഇന്നക സബ്ബാകുൻ ഫിൽ ഖൈർ, ഇന്നക സബ്ബാകുൻ ഫിൽ ഖൈർ. സബ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ഓ അബൂബക്കറെ, താങ്കൾ നന്മയുടെ വിഷയത്തിൽ എത്രയോ മുന്നിലാണ്, എത്രയോ മുന്നിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൈസ തീർന്നു പോയപ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ കുറച്ച് പണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയപ്പോൾ അദ്ദേഹം കാണിച്ചൊരു സന്തോഷ പ്രകടനമുണ്ട്. എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പണം കാലിയായി, ഇനി ഇത്രയേ ഉള്ളൂ. പിന്നെയോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് വെച്ചതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തതിനേക്കാൾ കുറച്ചൽപ്പം കൂടുതലാണ്.
അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. എന്താ, എനിക്ക് അബൂബക്കറിനെ ഇപ്പോഴെങ്കിലും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റി, കവച്ചു വെക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ അത്രയും മുന്നിലാണ് ആര്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് ആര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം വിശ്വാസത്തിൽ, നബിയിൽ വിശ്വസിക്കുന്നതിൽ മുൻകടന്ന വ്യക്തിയാണ്. നബിയോടൊപ്പം ഹിജറയിൽ മറ്റുള്ളവരെക്കാൾ മുൻകടന്ന വ്യക്തിയാണ്. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം നബിയോടൊപ്പം ആദ്യമുണ്ട്. എല്ലാ വിഷയത്തിലും ആരുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പം നോക്കൂ, നമുക്ക് തിരിച്ചു വരാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യഅതി ബികുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ കൊണ്ടുവരും, ജമീഅ, മുഴുവനായി, എല്ലാ ആളുകളെയും കൊണ്ടുവരും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഹുവ ഖാദിറുൻ അലാ ജംഇകും മിനൽ അർളി വ ഇൻ തഫറഖത് അജ്സാദുകും വ അബ്ദാനുകും. നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ ജസദുകൾ, നിങ്ങളുടെ ബദനുകൾ അത് പല സ്ഥലത്ത് ചിന്നിച്ചിതറിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഏതുപോലെ, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചില്ലേ, നബിയെ ഇനിയും ഞങ്ങളെ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമ അഇന്നാ കുന്നാ, അതെ ഞങ്ങൾ മണ്ണായിരുന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞ മറുപടി എന്ന് അറിയോ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നിങ്ങൾക്ക് ശേഷമുള്ളവരെയും അള്ളാഹു എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരു അറിയപ്പെട്ടൊരു ദിവസത്തിലേക്ക് അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എന്തിനാണ് ഒരുമിച്ച് കൂട്ടുന്നത്, എന്തിനാണ് ഒരുമിച്ച് കൂട്ടുന്നത്? മഹാനായ ഇമാം സഅദി റഹ്മഹുല്ല അതിനെ വിശദീകരിക്കാൻ സൂറത്തു നജ്മിലെ 31-ാമത്തെ വചനം കൊണ്ടുവന്നു. സൂറത്തു നജ്മ്, എല്ലാവരും സൂറത്തു നജ്മ് എന്നെടുത്തേ. സൂറത്തു നജ്മ് എത്രാമത്തെ അധ്യായമാണ്? സൂറത്തു നജ്മ്. അൻപത്തി 3. അതിൻ്റെ 31-ാമത്തെ ആയത്ത്, വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ലിയജ്സിയല്ലദീന അസാഊ ബിമാ അമിലൂ വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്നാ. ഇതിനു വേണ്ടിയാണ് അല്ലാഹ് എന്ത് ചെയ്യണത്, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ സഅദിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ ആയത്തുകൊണ്ടാണ് അതിനെ തഫ്സീർ ചെയ്തത്. ഖുർആനെ തഫ്സീർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഖുർആൻ്റെ ആയത്തുകൊണ്ട് തഫ്സീർ ചെയ്യലാണ് തഫ്സീറുകളിൽ ഏറ്റവും ഉത്തമമായതും ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം. ഖുർആനെ തഫ്സീർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഖുർആൻ്റെ ആയത്തുകൊണ്ട് എന്ത് ചെയ്യണം, തഫ്സീർ ചെയ്യണം. അതിലറിയപ്പെട്ടൊരു തഫ്സീറുണ്ട്, അതിൽ മഷ്ഹൂറായ ഒരു തഫ്സീറുണ്ട്. മഹാനായ ഇമാം മുഹമ്മദ് അമീൻ അശ്ശിൻഖീത്തി റഹ്മഹുല്ലാഹിയുടെ അദ്വാ ഉൽ ബയാൻ. അദ്വാ ഉൽ ബയാനിൽ അദ്ദേഹം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തഫ്സീർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് മാത്രം തഫ്സീർ ചെയ്ത ഒരു തഫ്സീറാണേത്, അദ്വാ ഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീർ. അപ്പോൾ ഇവിടെ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു, അദ്ദേഹം പറയുന്നു, ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു, മോശപ്പെട്ടത് പ്രവർത്തിച്ചവർക്ക് അത് അവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയാണ്. വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന, നന്മ പ്രവർത്തിച്ചവർക്ക് അതിന് തുല്യമായ നന്മ നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓരോ മതവിഭാഗങ്ങൾക്കും തിരിയുന്ന സ്ഥാനമുണ്ട്. ജൂതരും ക്രൈസ്തവരും മുസ്ലിമീങ്ങൾക്കൊക്കെ ഓരോ തിരിയാനുള്ളൊരു സ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ നന്മയിലേക്ക് മുൻകടക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങൾ എന്തു ചെയ്യും, ഒരുമിച്ച് കൂട്ടും. എന്തിനു വേണ്ടി, നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴിവില്ലാത്തതായി ഇല്ല.
ഇത് അടിസ്ഥാനപരമായൊരു വിശ്വാസകാരിയാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇതിന് സമാനമായ രീതിയിൽ പറഞ്ഞു, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിങ്ങനെ പലതവണ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചൊരു കാര്യമാണ്. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലും അള്ളാഹു ആരല്ല? അശക്തനല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാഹുവിനെ അശക്തനാക്കി കളയുന്ന ഒന്നും തന്നെയില്ല. അള്ളാഹുവിനെ അശക്തനാക്കി കളയുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന, അള്ളാഹുവിനെ ദുർബലമായി പോകുന്ന, അള്ളാഹുവിനെ അശക്തനായി പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു വസ്തുവിൻ്റെ മുന്നിലും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരു വസ്തുവിനെ അള്ളാഹിനെ കീഴ്പ്പെടുത്താൻ കഴിയൂല. ഒരു വസ്തുവും അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ നിന്ന് എന്തല്ല? ഒഴിവും അല്ല. ഇതൊരു അടിസ്ഥാന പാഠമാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? പലപ്പോഴും ചില ആളുകളുടെ വർത്താനത്തിൽ പറയാറുണ്ട്, വളരെ എന്താ പറയുക, നോർമലൈസ് ചെയ്ത് പറഞ്ഞു പോണ ഒരു വാചകമാണ്, ഇത് പടച്ച റബ്ബ് വിചാരിച്ചാൽ പോലും നടക്കൂല എന്ന് പറയും. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കൂല എന്നാണ് ചില ആളുകളുടെ സ്ലാങ്. അങ്ങനെയൊക്കെ കമൻ്റ് എഴുതും. ഇത് വളരെ അപകടകരമായൊരു വാചകമാണ്. പല മുസ്ലിമീങ്ങളും ഈ വാചകം സോഷ്യൽ മീഡിയയിൽ പോലും എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. പടച്ച റബ്ബ് വിചാരിച്ചാൽ പോലും നടക്കൂല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കൂല എന്നൊക്കെയാണ് അവർ പറയുക. ശരിക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണത്. അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈ അടിസ്ഥാന പാഠം നമ്മൾ പഠിക്കണം. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുന്ന, അള്ളാഹുവിനെ അശക്തനാക്കുന്ന ഒരു വസ്തുവും ഇല്ല. അതിൻ്റെ കാരണം എന്താ? അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും അള്ളാഹ് എന്തു വെച്ചിട്ടുണ്ട്? നശ്വരത വെച്ചിട്ടുണ്ട്, നാശം വെച്ചിട്ടുണ്ട്. അള്ളാഹു മാത്രമാണ് നശിക്കാത്തവൻ. അള്ളാഹു എല്ലാത്തിനെയും പടച്ചവനാണ്. മറ്റുള്ളതെല്ലാം എന്താണ്? പടപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനപ്പുറത്തേക്ക് ഒരാളും മുൻകടക്കൂല. ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ ഔലിയാക്കളെ പോലും എന്ത് ചെയ്തു? അള്ളാഹുവിനേക്കാൾ വലിയ ആളാക്കി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളത് ഇന്ന് നമ്മുടെ നാട്ടിലെ കുറേ ഔലിയാക്കന്മാർക്ക് അറിയാമെന്നാണ് അവർ പറയണത്. മനസ്സിലായില്ലേ? എത്രത്തോളം പറഞ്ഞു അള്ളാഹുവിൻ്റെ കുർസീനെ പറ്റി, അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിനെ പറ്റി ഒക്കെ അവർ ആരോപണം പറഞ്ഞു. അതായത് പറയുന്നുണ്ട്, ഷെയ്ഖിനെ പറ്റി പറയുന്നുണ്ട്, കുർസിയിൽ നോക്കി അവിടെ കണ്ടില്ല, അല്ലേ? ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി അവിടെ കണ്ടില്ല. ആരെപ്പറ്റി പറയണ്? ഷെയ്ഖിനെ പറ്റി പറയാണ്. അതിലും മേലെയാണ് ആര്? ഈ ഷെയ്ഖ്. നമ്മുടെ നാട്ടിലെ ഒരാളെപ്പറ്റി, മരിച്ചുപോയൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പറ്റിയാണ് പറയണത്. എന്ന് പറഞ്ഞാൽ കുർസിയും ലൗഹുൽ മഹ്ഫൂദൊന്നും ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ ചുമക്കുന്ന 8 കൂട്ടം മലക്കുകളെ പറ്റി പോലും ഖുർആൻ വളരെ ഗാംഭീര്യത്തോടു കൂടിയാണ് പറഞ്ഞത്. ആ മലക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് എന്തായിരിക്കും? ഇവിടെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുന്ന വിഷയങ്ങൾ എന്തുണ്ടാകണം? ഗൗരവമായി നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന അടിസ്ഥാന പാഠം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിളാണ്. വഅലല്ലാഹി യസീർ. അള്ളാഹുവിൻ്റെ മേൽ ഇതെന്താണ്? ഇതൊക്കെ എളുപ്പമാണ്. നമുക്ക് അങ്ങനെ തോന്നണം. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ അവരുടെ തവക്കുൽ, അവർക്ക് കൃത്യമായി തവക്കുൽ ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്? അവരുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ അവരഭിമുഖീകരിക്കുമ്പോൾ അവരാരെ ഏൽപ്പിക്കും? ആ പ്രശ്നം അള്ളാഹുലേക്ക് ഏൽപ്പിക്കും. കാരണം അള്ളാഹുവിന് കഴിയാത്തതായി ഒന്നും ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആ പ്രശ്നങ്ങൾ, ആ കാര്യം നിറവേറ്റാൻ കഴിയാത്തവരിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ഏൽപ്പിക്കുക. അപ്പം തവക്കുൽ നമുക്ക് ഏറ്റവും നന്നായി നിർവഹിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങളൊന്ന് ആലോചിക്കുക, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ ഇനിയൊരു ഡോർ തുറക്കാനില്ല.
മുന്നിൽ എന്തു മാത്രമേ ഉള്ളൂ? കടൽ മാത്രമേ ഉള്ളൂ. അതുവരെ മൂപ്പരുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നിലത്തിട്ടാൽ പാമ്പാകുമെന്ന് മാത്രമേ അറിവുള്ളൂ. അപ്പോഴും മൂസാ നബിയുടെ കൂട്ടത്തിലുള്ളവർ എന്താ പറഞ്ഞത്? ഇന്നാല മുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മൾ കുടുങ്ങിട്ടോ, ഇനി രക്ഷയില്ല. പക്ഷെ മൂസാ നബി എന്താ പറഞ്ഞത്? കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. വേണ്ട, അങ്ങനത്തെ വാക്കൊന്നും നിങ്ങൾ പറയണ്ട. കല്ലാ, അവർ തിരുത്താണ്. അവർ പറഞ്ഞ ഡയലോഗിനെ മൂസാ നബി തിരുത്താണ്. അങ്ങനത്തെ ഒരു വാക്കൊന്നും പറയണ്ട. ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. എല്ലാ ഡോറും അടഞ്ഞിരിക്കുകയാണ്. അപ്പോഴും മൂസാ നബിയുടെ ചിന്ത എന്താ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പാഠം അവരുടെ മനസ്സിലുണ്ട്. എന്നാലോചിച്ച് നോക്ക്. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ ജിബ്രീലിനെ അയച്ചു എന്നാണ് അല്ല ജിബ്രീലിനെ അയച്ചു. എന്തിനാണ്? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം മഹാന ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. വേണമെങ്കിൽ ജിബ്രീലിൻ്റെ ഹെൽപ്പ് വാങ്ങാം. അല്ല ജിബ്രീലിനെ അയച്ചാൽ ഹെൽപ്പ് എന്ത് ചെയ്യാം? ഇബ്രാഹിം നബിക്ക് എടുക്കാം, അനുവദനീയമാണ്. അപ്പോഴും പറയുകയാണ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി, എനിക്ക് ജിബ്രീലിൻ്റെ സഹായവും വേണ്ട, എനിക്ക് അള്ളാഹുവിൻ്റെ സഹായം മതി. അള്ളാഹു നേരിട്ട് ഇടപെട്ടു. അപ്പം തീയിലേക്ക് എറിയപ്പെട്ടാൽ ഇനി എന്ത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ അടിസ്ഥാന തത്വം പഠിച്ചു വച്ചാൽ ഏത് പ്രതിസന്ധിയിലും തവക്കൽതു അലല്ലാഹ്, നമുക്ക് അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വമിൻ ഹൈസു ഖറജ്ത. ഖറജ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഖറജ പുറപ്പെട്ടു, ഖറജ്ത നീ പുറപ്പെട്ടു. മിൻ ഹൈസു ഖറജ്ത താങ്കൾ പുറപ്പെടുന്ന ഇടത്ത് നിന്ന്. ഹൈസു എന്ന് പറഞ്ഞാൽ ഇടം ആണർത്ഥം. അതായത് ലൊർഫു മക്കാൻ എന്നാണ് അതിന് അറബി ഗ്രാമറിൽ പറയുക. ലൊർഫു മക്കാൻ, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ചില വാക്കുകൾ, ചില ഹർഫുകൾ ഉപയോഗിക്കും. അതിൽപ്പെട്ടതാണ് ഏത്? ഹൈസു. ഹൈസു. അപ്പം ഹൈസു ഖറജ്ത എന്ന് പറഞ്ഞാൽ നീ പുറപ്പെട്ട ഇടത്ത്, മിൻ നിന്ന്. അപ്പം താങ്കൾ പുറപ്പെട്ടു പോകുന്ന സ്ഥലം ഏതൊക്കെയാണോ അവിടെ നിന്നുകൊണ്ട് ഫവല്ലി, വല്ല യുവല്ലി, നമ്മളതിൻ്റെ ഇത് എഴുതിയതാണ് കഴിഞ്ഞ പ്രാവശ്യം, ഞാൻ അതുകൊണ്ടാണ് എഴുതാത്ത കേട്ടോ, റിപ്പീറ്റ് ചെയ്യാത്ത അതുകൊണ്ടാണ്. ഫവല്ലി, അങ്ങനെ പുറപ്പെട്ടു പോകുന്നിടത്ത് നിന്നുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം? വല്ലി അമ്രാണ്, തിരിയണം. വജ്ഹക്, നിന്റെ മുഖത്തെ തിരിക്കണം. ഷത്റൽ മസ്ജിദിൽ ഹറാം. ഷത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഖിബ്ല എന്നാണ്. ഖിബ്ല, ആ ഭാഗത്തേക്ക്. ഏത് ഭാഗത്തേക്ക്? അൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം? തിരിയണം. അപ്പോൾ ഇവിടെ കഅബ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് കഅബ എന്ന് പറയാത്തത്? കഅബ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? കഅബക്ക് ചുറ്റുമാണ് എന്തുള്ളത്? മസ്ജിദുൽ ഹറാം ഉള്ളത്. അപ്പം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞാൽ അത് എന്തിലേക്ക് തിരിയുന്നത് പോലെയാണ്? കഅബയിലേക്ക് തിരിയുന്നത് പോലെയാണ്. അന്നവിടെ അതിനെ മസ്ജിദുൽ ഹറാം എന്നും ബൈത്തുൽ മഖ്ദിസിനെ മസ്ജിദുൽ അഖ്സ എന്നും അങ്ങനെ ഓരോ പള്ളിയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അന്ന് അതിനെ പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനും അതേ ശൈലിയാണ് ഉപയോഗിച്ചത്. മസ്ജിദുൽ ഹറാമിലേക്ക്, അതിൻ്റെ ദിശയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിക്കണം. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിൽക്കുന്നവരോ അവരുടെ കിബില ഏതാണ്? മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാമിൽ നിൽക്കുന്നവരുടെ കിബില ഏതാണ്? മസ്ജിദുൽ ഹറാമാണ്. അവർക്ക് പള്ളിയുടെ ഏത് ഭാഗത്തു നിന്നും എന്ത് ചെയ്യാം? അവർക്ക് നിസ്കരിക്കാം. കാരണം അവരുടെ മിഡിലിൽ എന്തുണ്ട്? കഅബയുണ്ട്. അപ്പം നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക്, തീർച്ചയായും അത് നബിയെ നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തൊട്ടു മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതേ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽ ഹഖ്ഖു മിർ റബ്ബിക്, 147-ാമത്തെ വാചകം. സത്യം താങ്കളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് പേജ് ഒന്ന് മറിക്കൂ. 144-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്?
അവരറിയുന്നുണ്ട് നബിയെ. അതുകൊണ്ട് താങ്കളും മനസ്സിലാക്കിക്കോ, ഇത് താങ്കളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയത്തിൻ്റെ ഒരു സാധ്യതയും അതിലില്ല. ഏതാണ് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണെന്നുള്ളത്? ഈ ഖിബില മാറ്റം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതേ ഹക്ക് ആർക്കറിയാം? ജൂതന്മാർക്കറിയാം. മുഹമ്മദ് എന്ന പ്രവാചകൻ വരും, നമ്മുടെ ഖിബില ഏതാക്കും? മസ്ജിദുൽ ഹറം ആക്കുമെന്ന് അവർക്കറിയാം. കാരണം അതാണ് നമ്മുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിബില എന്നും അവർക്കറിയാം. അതുകൊണ്ട് നബിയെ വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക്, തീർച്ചയായും അത് താങ്കൾ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യം തന്നെയാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹ്, അല്ലാഹു ആയിട്ടില്ല, ബിഗാഫിലിൻ, അശ്രദ്ധനായിട്ടില്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അപ്പം അള്ളാഹു ഒരു കാര്യത്തെപ്പറ്റിയും അശ്രദ്ധനല്ല. ഖിബില മാറ്റം അശ്രദ്ധയിൽ സംഭവിച്ച ഒരു സംഭവമല്ല. ശ്രദ്ധിക്കാതെ പോയതല്ല. നമ്മൾ പലപ്പോഴും പറയൂലേ, ആ വിഷയത്തിലൊരു ശ്രദ്ധ വേണ്ടതായിരുന്നു, അല്ലേ? നമ്മളൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ആളുകൾക്കിടയിൽ നിന്ന് വിമർശനങ്ങൾ വന്നാൽ നമ്മൾ എന്താ പറയുക? മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ പറയും, അതിലൊരു വേണ്ട ശ്രദ്ധ നമ്മൾ ചെലുത്തിയില്ല, ആളുകളുടെ വിമർശനങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതായിരുന്നു എന്ന് പറയും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അശ്രദ്ധയിൽ സംഭവിച്ചതല്ല. പിന്നെയോ വളരെ വ്യക്തമായ പ്ലാനോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ വിഷയം പറഞ്ഞെടുത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അശ്രദ്ധൻ അല്ല. നമ്മൾ മുമ്പ് പഠിച്ച ആയത്തിലൊക്കെ ഈ വാചകത്തിന് സമാനമായ ആയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞതുപോലെ ഒരു അടിസ്ഥാന പാഠാണെന്ത്? അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയും അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയും ആരല്ല? അശ്രദ്ധനല്ല. ഇതും ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറയും, പടച്ചോൻ ഇതൊന്നും കാണുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടില്ല. അത് പറയാൻ നമുക്ക് നാക്ക് തന്നവനാണ് റബ്ബ്, അത് പറയാൻ രണ്ട് ചുണ്ട് തന്നവനാണ് റബ്ബ്, ഈ ഭൂമിയിലുള്ളതൊക്കെ കാണാൻ കണ്ണ് തന്നവനാണ് റബ്ബ്. എന്നിട്ട് അതേ കണ്ണും അതേ നാവും അതേ ചുണ്ടും വെച്ചിട്ട് പറയാണ് റബ്ബിതൊന്നും കാണുന്നില്ലേ എന്ന്. ആലോചിച്ച് നോക്ക്, ഗൗരവമുള്ള വിഷയമാണ്. അപ്പം എത്ര വലിയ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഈ ഭൂമിയിലുണ്ടായാലും നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തുള്ളൊരു വിധിയാണ്, തീരുമാനമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. മക്കയിൽ ഉംറക്ക് പോയ തീർത്ഥാടകരുടെ ബസ് കത്തി മരിച്ചു, അല്ലേ? 40-ലധികം ആളുകൾ മരണപ്പെട്ടു. അതിൽ 18 ആളുകൾ മരിച്ചത് ഒരു കുടുംബത്തിലാണ്. 3 തലമുറയെയാണ് അള്ളാഹു തിരിച്ചെടുത്തത്. 3 തലമുറ, പിതാമഹന്മാർ, അതേപോലെ തന്നെ അവരുടെ മക്കൾ, അവരുടെ മക്കൾ, 3 തലമുറയെ അള്ളാഹു തിരിച്ചെടുത്തു. ഇവിടെ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? പടച്ച റബ്ബ് അതിലെന്തോ എന്തോ ഹിക്മത്ത് വെച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ ആ തീരുമാനം, അത് അള്ളാഹു തീരുമാനിച്ചൊരു തീരുമാനം, അതിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? തൃപ്തിപ്പെട്ടേ പറ്റുള്ളൂ. പടച്ചോൻ എന്താ ഇങ്ങനെ തീരുമാനിച്ചത്? ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ഗാസയിലെ ജനങ്ങളെ നോക്കിയിട്ട് പടച്ച റബ്ബ് ഇതിലൊന്നും എന്താ തീരുമാനം എടുക്കാത്തത്? പടച്ച റബ്ബ് ഇതൊന്നും കാണുന്നില്ലേ? അല്ലേ? ഇങ്ങനെയൊന്നും നമ്മൾ ഒരു വിഷയത്തിലും അള്ളാഹു എടുത്ത തീരുമാനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. അള്ളാഹു ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും അള്ളാഹുവിന് എന്തുണ്ട്? കൃത്യമായ ലക്ഷ്യമുണ്ട്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാം, ആ പരീക്ഷണത്തിൽ എന്തുണ്ട്? ലക്ഷ്യമുണ്ട്. നമ്മുടെ ഈമാനെ പരീക്ഷിക്കലാണ്. നമ്മൾ ക്ഷമിക്കുമെന്ന് നോക്കുകയാണ്, നമുക്ക് അനുഗ്രഹം തരുന്നു, നമ്മൾ ശുക്ർ ചെയ്യുമെന്ന് നോക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നതോ അവനെപ്പറ്റി അങ്ങനെ വിചാരിക്കുന്നത് പോലും എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെപ്പറ്റി എപ്പോഴും നമുക്ക് എന്തുണ്ടാകണം? നല്ല വിചാരം ഉണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഹാനായ അയ്യൂബ് നബിയുടെ ചരിത്രം നമ്മൾ വായിച്ചല്ലേ? അയ്യൂബ് നബിയുടെ ചരിത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൂബ് നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തൊരു ഹദീസ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അയ്യൂബ് നബിയുടെ 2 സഹോദരങ്ങൾ അയ്യൂബ് നബിയുടെ അടുക്ക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യൂബേ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാം. അപ്പം അയ്യൂബ് നബി അള്ളാഹ് എത്രമാത്രം പരീക്ഷിച്ചു നോക്കണം.
എത്രമാത്രം പരീക്ഷ. അങ്ങനെ 2 സഹോദരങ്ങൾ ചോദിക്കണമെങ്കിൽ അയ്യൂബ് നബി ഏറ്റുവാങ്ങിയ പരീക്ഷണം എത്രയായിരിക്കും? അത് പറയാൻ ഞാൻ ഈ സംഭവം പറഞ്ഞത്. അയ്യൂബ് നബി ഏറ്റുവാങ്ങിയ പരീക്ഷണം. ഇതൊന്നും ഒരു പ്രവാചകൻ ഉണ്ടാകൂല. ഇതൊരു പ്രവാചകനല്ല. അദ്ദേഹത്തിന് അള്ള കൊടുത്ത ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം അള്ള തിരിച്ചെടുത്തപ്പോഴും അദ്ദേഹത്തിന് വിഷമമുണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നുബുവത്തിനെ പോലും എന്ത് ചെയ്തു? ജനങ്ങൾ ചോദ്യം ചെയ്തു. ഇതൊരു നബിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോഴും മഹാനായ അയ്യൂബ് നബി അള്ളാനെപ്പറ്റി വിചാരിച്ച വിചാരം എന്താണ്? എന്താ വിചാരം? നിങ്ങൾ പറയ്. അല്ലാഹുവേ അൻത അർഹമുർ റാഹിമീൻ. ഇതാരാ പറയണത്? എഴുന്നേക്കാൻ കഴിയാത്ത അയ്യൂബ് നബി 10 കിടപ്പിലാണ്. മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജനങ്ങൾ നുബുവത്തിനെ ചോദ്യം ചെയ്തു. അവസാനം തൻ്റെ സഹോദരങ്ങൾ പോലും പറഞ്ഞു, ഇത് ചിലപ്പോൾ അയ്യൂബ് ചെയ്ത തിന്മയുടെ ഫലമാകാം, ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാമെന്ന്. അപ്പോഴും അയ്യൂബ് നബിയുടെ ചിന്ത എന്താ? അൻത അർഹമുർ റാഹിമീൻ. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ചിന്തയാണ് ജീവിതത്തിലേത് സമയത്തും അള്ളാഹിനെ പറ്റി ഉണ്ടാകേണ്ടത്. അള്ളാഹു ഭൂമിയുടെ ഏത് മുക്കിലും മൂലയിലും എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ അലിവുള്ളവനാണ് ആര്? അള്ളാഹു. നമ്മളെക്കാൾ കനിവുള്ളവനാണ് ആര്? അള്ളാഹു. അതുകൊണ്ട് നമ്മൾ പറയണം അൻത അർഹമുർ റാഹിമീൻ. നമ്മുടെ മനസ്സ് പലപ്പോഴും എന്ത് ചെയ്യാം? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടാം, പിശാച് കൊണ്ടൊന്ന് വസ്വാസിടാം. കണ്ടോ റബ്ബ് എന്താ തീരുമാനിച്ചതിൽ? അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹു അർഹമുർ റാഹിമീൻ. നമ്മൾ പറയേണ്ട അങ്ങനെയാണ്. നിമിഷം പറഞ്ഞില്ലേ, ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് പിടിക്കപ്പെട്ട തടവുകാരി തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു പോയി. ആ കുട്ടിയുടെ മാതാവിനെ നോക്കിയിട്ട് റസൂൽ സഹാബത്തിനോട് പറയാണ്, ആ കുട്ടി ഓരോ കുട്ടിയെ പോയും നോക്കും. തൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു, ഇതെൻ്റെ കുട്ടിയല്ല, ആ കുട്ടിയാണെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിക്കുമെന്നാണ് ഉമ്മ. അപ്പം നോക്കുമ്പോൾ തൻ്റെ മോനല്ല, ഒഴിവാക്കും. അടുത്ത മോനെ പോയി കെട്ടിപ്പിടിക്കും, അതല്ല. അങ്ങനെ അവസാനം തൻ്റെ നഷ്ടപ്പെട്ട മകനെ ആ കൂട്ടത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഉമ്മ അണച്ചു പിടിച്ചിട്ട് മാറ് ആ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമെന്നാണ്, സ്നേഹം കാരണം. അപ്പോൾ റസൂൽ പറയുകയാണ് സ്വഹാബത്തിനോട്, ഈ ഉമ്മ ആ കുട്ടിയെ നരകത്തിലേക്ക് ഒരു തീയിലേക്ക് വലിച്ചെറിയാൻ കഴിവുണ്ട്, എന്നിട്ട് ആ സ്ത്രീ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഒരിക്കലുമില്ല. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ആ ഉമ്മയേക്കാൾ എത്രയോ റഊഫാണ്, ദയയുള്ളവനാണ്, കനിവുള്ളവനാണ്. എന്നാലോചിച്ച് നോക്ക്, അള്ളക്ക് നമ്മളെ തീയിലേക്ക് വലിച്ചെറിയാൻ കഴിവുണ്ടായിട്ടും അള്ളാഹു നമ്മളെ എന്ത് ചെയ്യുന്നു? ഓരോ സമയത്തും തട്ടിമാറ്റുകയാണ്, അഫൂ നൽകുകയാണ്, മഗ്ഫിറത്ത് നൽകുകയാണ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് തരികയാണ്. അപ്പം സഹോദരങ്ങളെ, നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനെ പറ്റി എന്തുണ്ടാകണം? സൽവിചാരം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ പറ്റി എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു. അപ്പം ഏത് സമയത്ത് നമ്മൾ അള്ളാഹിനെ പറ്റി എന്ത് വിചാരിക്കണം? നല്ലത് വിചാരിക്കണം. എൻ്റെ റബ്ബ്, റഹ്മാനായ റബ്ബ് എന്നോട് കരുണ കാണിക്കും, ഗഫൂറായ റബ്ബ് എനിക്ക് പുറത്തു തരും, അഫൂവായ റബ്ബ് എന്നോട് വിട്ടുവീഴ്ച ചെയ്യും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അടുത്തൊരായത്തൂടെ നമുക്ക് വിശദീകരിക്കാം. നോക്കൂ, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വീണ്ടും ആവർത്തിക്കുകയാണ്. വീണ്ടും അതേ വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു. വമിൻ ഹൈസു ഖറജ്ത, താങ്കൾ പുറപ്പെട്ടു പോകുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഫവല്ലി വജ്ഹക്, താങ്കളുടെ മുഖത്തെ എന്ത് ചെയ്യണം? തിരിക്കണം. ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ സ്ഥാനത്തേക്ക് തിരിക്കണം. അപ്പം ഇതെന്തിനാ 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? അതിനു മുമ്പ് 144 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് കിബില മാറ്റം, നബിക്ക് കിബില മാറി എന്ന് അറിയിച്ചുകൊണ്ട് നേർക്ക് നേരെ ആയത്ത് അവതരിച്ചെടുത്തും അള്ളാഹ് എന്ത് ചെയ്തു? ഇതേ ശൈലി ഉപയോഗിച്ചു. വീണ്ടും അള്ളാഹു 2 തവണ ആവർത്തിച്ചു. എന്തിനു വേണ്ടിയാ? നബി സല്ലല്ലാഹു ഉറപ്പിക്കുകയാണ്, നബിയെ ഈ ഡിസിഷനിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അപ്പുറത്ത് മക്കയിലെ മുശ്രിക്കുകൾ അത് പറയും, ഇപ്പുറത്ത് ജൂതന്മാരത് പറയും. അതിൻ്റെ ഇടയിലൊരു ടീമുണ്ട്. ആരാ? മുനാഫിക്കുകൾ. അവരും പറയും. അവരുടെ പറച്ചിൽ ആരെ ബാധിക്കും? സ്വഹാബത്തിനെ ബാധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും വീണ്ടും പറയാണ്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം.
നബിയെ താങ്കളുടെ മുഖത്തെ എന്ത് ചെയ്യണം? മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കണം, മസ്ജിദുൽ ഹറാമിൻ്റെ ദിശയിലേക്ക് തിരിക്കണം. 3 തവണ നബിയോട് മാത്രം പറഞ്ഞു. ആലോചിച്ച് നോക്കണം. മാത്രമല്ല ഖുർആൻ്റെ ഒരു ശൈലിയാണ്, ഒരേ കാര്യം ആവർത്തിച്ചു പറയുന്നത് എന്തിനാണ്? അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നീട് അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞു, വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലൂ വുജൂഹക്കും. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഫവല്ലി എന്നാണ്, ഫവല്ലി. ഇപ്പൊ പറഞ്ഞതോ ഫവല്ലൂ, നിങ്ങൾ തിരിക്കണം, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ, ഷത്റഹ്, ആ മസ്ജിദുൽ ഹറാമിൻ്റെ ദിശയിലേക്ക്. അവിടെ ഷത്റൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാൻ എന്തുകൊണ്ടാ? ഓൾറെഡി മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വീണ്ടും അത് ഒരേ വാചകത്തിൽ അറബി ഭാഷയിൽ എന്ത് ചെയ്യൂല? ആവർത്തിക്കൂല. അവിടെ എന്തേ കൊടുക്കുള്ളൂ? ലൊമീറെ കൊടുക്കുള്ളൂ. ലൊമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ. ഷത്റഹു, ആ മസ്ജിദുൽ ഹറാമിൻ്റെ ദിശയിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കണം. അപ്പോൾ ഇത് മുഴുവൻ ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലെ എല്ലാവരോടും പൊതുവായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുഖം എങ്ങോട്ട് തിരിക്കണം? മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ തിരിക്കണം. അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മുടെ ദിശ എങ്ങോട്ടാണ്? മസ്ജിദുൽ ഹറാമാണ്. പിന്നീട് അല്ലാഹ് പറഞ്ഞു, ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജത്തുൻ, ലിഅല്ലാ യകൂന, ആകാതിരിക്കുന്നതിന് വേണ്ടി, ലിന്നാസി, ജനങ്ങൾക്ക്, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹുജ്ജത്തുൻ, നിങ്ങളുടെ മേൽ ജനങ്ങൾക്ക് ഒരു തെളിവാകാതിരിക്കാൻ, അവർക്ക് ഒരു ന്യായമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്? മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ പറഞ്ഞത്. കാരണം എന്താ? മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞാൽ ജൂതന്മാർക്ക് നബിയുടെ മേലെ എന്തുന്നയിക്കാൻ പറ്റും? ന്യായം ഉന്നയിക്കാൻ പറ്റും. കാരണം എന്താ? ഞങ്ങളുടെ ഖിബില സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും. അങ്ങനെ അവർക്കൊരു ഫിത്ന ഉണ്ടാക്കാൻ കഴിയും. അപ്പുറത്ത് മക്കയിലെ മുശ്രിക്കുകൾ എന്തു പറയും? നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിൽ നിന്ന് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഇപ്പോഴും ആ മാർഗത്തിലെന്ന് ആര് പറയും? മക്കയിലെ മുശ്രിക്കുകൾ പറയും. അപ്പം മക്കയിലെ മുശ്രിക്കുകൾക്കും ജൂതന്മാർക്കും നിങ്ങൾക്ക് മേലെ ഒരു ന്യായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്? മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിയാൻ പറഞ്ഞത്. ആരൊഴികെ? ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരിൽ നിന്ന് അക്രമികൾ ഒഴികെ. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അക്രമികൾ ഒഴികെ. അക്രമികളായ വക്രബുദ്ധിക്കാരെന്ത് ചെയ്യും? എങ്ങോട്ട് തിരിഞ്ഞാലും അവരെന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാക്കും. നബി കഅബയിലേക്ക് തിരിഞ്ഞപ്പോഴും പ്രശ്നം ഉണ്ടാക്കി. നബി മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞപ്പോഴും എന്ത് ചെയ്തു? പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മൾ ഏത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവർക്ക് ഏതെങ്കിലും ഒരു വിഷയം കിട്ടണം എന്ത് ചെയ്യാൻ? ഇസ്ലാമിനെ വിമർശിക്കാൻ. അതുകൊണ്ടാണ് അവിടെ ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരിൽ നിന്ന്, ആ ജനങ്ങളിൽ നിന്ന് അക്രമികളായ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും? ഇസ്ലാമിനെ ഈ വിഷയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? വിമർശിക്കും. അപ്പോൾ കഅബയും മസ്ജിദുൽ ഹറാമും ഇസ്ലാം വിശ്വാസികൾ ഇബാദത്തിന് വേണ്ടി തിരിയുന്ന ആ ദിശയൊക്കെ ഏത് കാലഘട്ടത്തിലും എന്തുണ്ടാകും? വിമർശിക്കപ്പെടും. പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഇന്നെന്തൊക്കെ നടക്കണത്? ഇന്ന് കഅബയെ വിമർശിക്കുന്നു, അല്ലെ? ഒരു കറുത്ത പെട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. നിങ്ങളൊരു കല്ലിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? നിങ്ങൾ ഇബ്രാഹിം നബി നിന്ന ആ എന്താ പറയുക, മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി നിസ്കരിക്കുന്നു. ഇതൊക്കെ ബിംബാരാധനയല്ലേ എന്ന് പറയുന്നു. നമ്മൾ എന്ത് മറുപടി കൊടുക്കുക? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? അവരെ അവഗണിക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ കേട്ട് അവരിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊരു ബേജാറും ആർക്ക് വേണ്ട? നമുക്ക് വേണ്ട. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാകേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹജറുൽ അസ്വദിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിനെ തവാഫ് ചെയ്യുന്നുണ്ട്, അതിനെ തൊട്ട് ചുംബിക്കുന്നുണ്ട്. എങ്ങാനും മക്കയിലെ മുശ്രിക്കുകൾ അത് ആരാധിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ ആ കഅബാലയത്തിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചിട്ട് പോലും ഹജറുൽ അസ്വദിനെ അവരെന്ത് ചെയ്തില്ല? ആരാധിച്ചില്ല. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെ ഒക്കെ വിഗ്രഹങ്ങൾ കഅബയുടെ ഉള്ളിൽ വെച്ചു. അപ്പോഴും ഇബ്രാഹിം നബി നിന്ന മഖാമു ഇബ്രാഹിം എന്ത് ചെയ്തില്ല? അവരാരാധിച്ചില്ല. അള്ളാഹു മഖാമു ഇബ്രാഹിം എന്ന ഷാഇറിനെയും അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഷാഇറിനെയും അവരാരാധിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തു?
സംരക്ഷിച്ചു. അവരെങ്ങാനും അത് ആരാധിച്ചിരുന്നെങ്കിലോ, മുസ്ലിമീങ്ങൾ അവരാരാധിച്ചിരുന്നതിനെ ചുംബിക്കുന്നുവെന്ന് എന്ത് ചെയ്യും? ഇസ്ലാമിൻ്റെ വിമർശകർ പറയും. മുസ്ലിമീങ്ങൾ അവരാരാധിച്ചിരുന്നതിനെ അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ അത്ഭുതമാണ്, അള്ളാഹു ആ വിഗ്രഹാരാധകരിൽ നിന്ന് ആ ഹജറുൽ അസ്വദിനെ സംരക്ഷിച്ചു, മഖാം ഇബ്രാഹിമിനെ സംരക്ഷിച്ചു. ഇത് ഭയങ്കര വലിയ അത്ഭുതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മക്കയിലെ മുശ്രിക്കുകളെങ്ങാനും അതിനെ ആരാധിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു? അന്നും ഇന്നും എന്നും അത് പറയുമായിരുന്നു. അതിനുള്ള അവസരം പോലും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരുടെ ആക്ഷേപത്തെയും വിമർശനത്തെയും ഒന്നും എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട നബിയെ. സഹാബത്തിനോട് മൊത്തം, വിശ്വാസികളോട് മൊത്തം പറയാണ്, ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെടൂ. വലി ഉത്തിമ്മ നിഅമതി, എന്തിനു വേണ്ടിയാണ്? എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നതിന് വേണ്ടി, അലൈക്കും, നിങ്ങളുടെ മേൽ, വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം. ലഅല്ല എന്ന പദം വന്നാൽ അവിടെ എന്താണ് അർത്ഥം? ലഅല്ല എന്ന് എവിടെയെങ്കിലും വന്നാൽ അറബി ഭാഷയിൽ അർത്ഥം അതാകുമെന്നാണ്. വിൽ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്മാർഗത്തിലായേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്മാർഗത്തിൽ ആകും. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. ഒരു കാര്യം കിട്ടിയേക്കാം എന്ന ഒരു രൂപത്തിലാണ് ലഅല്ല എന്ന പദം ഉള്ളത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കത് കിട്ടും, നിങ്ങളാകുമെന്നർത്ഥമാണ്. അപ്പോൾ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അവരെ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. ഇത് നമുക്കില്ലാത്തൊരു പ്രശ്നം അതാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ പ്രശ്നമാണ്. എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ തന്നെ ആകെ ബേജാറാവും. അവൻ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അള്ളാൻ്റെ റസൂലിനോട് പറയുന്ന, റസൂലേ, സഹാബത്തെ, ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടോ, വലിയുത്തിമ്മ നിഅമതി അലൈക്കും, നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ എന്ത് ചെയ്യും? പൂർത്തീകരിച്ചു തരും. അള്ളാൻ്റെ വാഗ്ദാനമാണ്. ഇസ്ലാമിനെ മുറുകെ പിടിച്ചോ, വിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചോ, പ്രവാചകന്റെ സുന്നത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രവാചകന്റെ സുന്നത്ത്. ഈ ആയത്തൊക്കെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഖിബില മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹിക്മത്ത് എന്താണ്? ആ നബിയെ ആരൊക്കെ പിൻപറ്റും, ആരൊക്കെ പിൻപറ്റൂല എന്ന് നോക്കാനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം. കാരണം എന്താ? ആ സുന്നത്തിനെ വെച്ചിട്ടാണ് ഇന്ന് ആളുകൾ എന്ത് ചെയ്യണത്? കൂടുതൽ വിമർശിക്കണത്, അല്ലേ? നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ഹദീസും കൊണ്ടുവരും, സ്വഹീഹായിരിക്കും, നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടില്ല. ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. ആ ഹദീസും കൊണ്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനൊരു ഹദീസോ, ഇതിപ്പോൾ എന്താ ഇത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ആദ്യം തന്നെ നമ്മൾ സംശയത്തിലായി. കൊണ്ടുവന്നവനേക്കാൾ ഈമാൻ പോയത് ആരുടെയാണ്? നമ്മുടെയാണ്. അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടൂല, വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. നമ്മളാകെ അത്രയും ദിവസം നമ്മൾ ഇഷ്കാലിലായിരിക്കും. ആ ഹദീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഹദീസ് ഈ പറയപ്പെട്ട കാര്യം എന്താണ്? ശരിയാണ്, ഹക്കാണ്. അതിൻ്റെ വിശദീകരണം എന്താണ്? അത് ഞാൻ പഠിച്ചിട്ട് പറയാം, അത് ഞാൻ ഒന്ന് പഠിക്കട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇത് ശരിയല്ലല്ലോ. ആദ്യം തന്നെ നമ്മൾ അവർ കൊണ്ടുവരുന്നതിനെ ഏറ്റുവാങ്ങി പുൽകുക എന്ന ശൈലി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഇന്ന് ഒരുപാട് ആളുകൾ, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയണ, ഉംറയും ഹജ്ജൊക്കെ ചെയ്ത ആൾ ഇന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാമിനെ പറ്റി പഠിച്ച ആളാണ് എന്ന് പറയണ് മുപ്പത് ഇസ്ലാമിനെ. അതെന്താ? ചില ഹദീസുകൾ കിട്ടുമ്പോൾ ആ ഹദീസ് സ്വീകരിക്കേണ്ടതും പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് ചില ആളുകൾക്ക് എന്ത് പറ്റുന്നത്? തെറ്റുപറ്റുന്നത്. നബിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്ക്. കിബില മാറ്റം ഉണ്ടായപ്പോൾ എന്തെല്ലാം വിമർശനങ്ങളുണ്ടായി. അവർ ചില ആളുകൾ എന്ത് ചെയ്തു? മടമ്പുകാലിൽ തിരിച്ചുപോയി എന്നാണ്. മടമ്പുകാലിൽ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, ഇതൊന്നും ശരിയാവില്ല, ഇതിപ്പോൾ ഇടക്ക് മാറ്റുന്നു, വീണ്ടും വേറെ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് ചില ആളുകൾ ഇട്ടിട്ട് പോയി. അങ്ങനെ പോകേണ്ടവർ പോകും. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടാവില്ല? ഇത് അള്ളാഹിൻ്റെ നിയമമാണ്. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യും? മാറ്റാം. അള്ളാഹ് അത് നിലനിർത്താം. ആ നെസ്ഖ് എന്ന് പറയുന്ന വിഷയം നമ്മൾ എന്ത് ചെയ്യണം? വിശദമായി
പഠിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാൻ, പ്രവാചകൻ്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, എന്തെല്ലാം വിമർശനങ്ങളും ആക്ഷേപങ്ങളും നമുക്കെതിരെ ഉന്നയിച്ചാലും നമ്മൾ ഉൾക്കൊണ്ട ഈമാനിൽ, നമ്മൾ ഉൾക്കൊണ്ട വിശ്വാസത്തിൽ, ഇസ്ലാമിൽ യാതൊരു സംശയവുമില്ലാതെ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഈമാൻ, കരുത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് നൽകുമാറാകട്ടെ. സദാസമയം അള്ളാഹുവിനോട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ദീനിൽ മരണം വരെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും വിശ്വാസികൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.